2017 അന്ന് പാർട്ടി പ്രസിഡന്റായിരുന്ന അമിത്ഷാജി തന്നെയാണ് ഈ മാരാർജി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത്. തൊള്ളായിരത്തി 98-99 കാലഘട്ടത്തിലാണ് ഈ സ്ഥലം പാർട്ടി വിലക്ക് മേടിച്ചത്. കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ കണ്ണായ സ്ഥലത്ത് ശ്രീ CK പത്മനാഭൻ പ്രസിഡന്റും PP മുകുന്ദൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആ കാലഘട്ടത്തിലാണ് സ്വന്തമായി ഒരു ആസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിക്കുകയും ഈ സ്ഥലവും ഈ സ്ഥലത്തുള്ള ബിൽഡിങ്ങും അന്ന് വിലക്ക് മേടിക്കുകയും ചെയ്തു. അതിനുശേഷം 2014 പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ കേന്ദ്രത്തിലും എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയുള്ള പാർട്ടി ഓഫീസുകൾ വേണമെന്നുള്ള പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുതിയ മന്ദിരം പണിയാൻ വേണ്ടി തീരുമാനിച്ചത്. അതാണ് 2017 ശ്രീ കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷൻ അമിത്ഷാജി ശിലാസ്ഥാപനം നിർവഹിച്ചത്. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെയും കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും എല്ലാം സഹായത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബഹുനില കെട്ടിടം സംസ്ഥാന പ്രവർത്തന കേന്ദ്രം എന്നുള്ള നിലക്ക് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ ഓഫീസിന്റെ പാലുകാച്ചൽ ചടങ്ങ് നിർവഹിച്ചിരുന്നെങ്കിലും പണി 100% പൂർത്തിയാകാത്തതുകൊണ്ട് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല. ഇന്നിപ്പോ എല്ലാ അനുവാദങ്ങളോടും കൂടി പണി മുഴുവൻ പൂർത്തീകരിച്ച് നാളെ ശ്രീ അമിത്ഷാജി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകന്മാർക്കും അനുഭാവികൾക്കും ഈ മാരാർജി മന്ദിരം സമർപ്പിക്കുകയാണ്. ഈ ഓഫീസിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2-3 കോൺഫറൻസ് റൂമുകളുണ്ട്, വീഡിയോ കോൺഫറൻസിനുള്ള സൗകര്യമുണ്ട്, പാർട്ടിയുടെ എല്ലാ മോർച്ചകളുടെയും പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പ്രത്യേകം ഓഫീസുകളുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടിയാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കേവലം ഒരു BJP ആസ്ഥാനം എന്നുള്ള നിലക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവശ്യങ്ങളും അവരുടെ പരാതികളുമൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രം എന്നുകൂടി, അങ്ങനെ കൂടി ഈ ഓഫീസ് മാറണമെന്നാണ് പാർട്ടി ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ സംസ്ഥാനതല മോണിറ്ററിംഗ് കേന്ദ്രം എന്നതിനുകൂടി ഈ ഓഫീസ് മാറും. ഓഫീസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യം അതുകൂടിയായി മാറുകയാണ്. അതുകൊണ്ട് ഒരേ സന്ദർഭത്തിൽ പാർട്ടി പ്രവർത്തകന്മാർക്കും കേരളത്തിലെ ബഹുജനങ്ങൾക്കുമുള്ള ആശ്വാസ കേന്ദ്രമായി, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാനുള്ള കേന്ദ്രമായി ഈ മാരാർജി ഭവൻ മാറുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ അമിത്ഷാജി ഇന്ന് രാത്രി 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും. നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം 11:30 മണിക്ക് ഉത്തരക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന പാർട്ടിയുടെ വാർഡ് തല നേതൃസംഗമത്തിൽ അദ്ദേഹം സംസാരിക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത്. വികസിത കേരളം എന്നുള്ളൊരു പുതിയ ആശയം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്.
ആ ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വികസിത ഗ്രാമങ്ങളും വികസിത നഗരങ്ങളും ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടി കേരളത്തിലെ ഏതാണ്ട് 20,000-ലേറെ വരുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാർഡ് വികസിത ടീമിന് പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ വികസിത ടീമിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും ബഹുജന സമ്പർക്ക പരിപാടികൾ, ഗൃഹസമ്പർക്കങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി പാർട്ടി സംഘടിപ്പിച്ചു വരികയാണ്. അങ്ങനെ വാർഡ് തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വാർഡ് വികസിത ടീം, ഒരു വാർഡിൽ 5 പേരടങ്ങുന്ന ഒരു ടീമിനെയാണ് പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ആ വാർഡ് വികസിത ടീമിന്റെ ദക്ഷിണ കേരളത്തിന്റെ സംഗമമാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള 4 റവന്യൂ ജില്ലകളിലെ 8 പാർട്ടി സംഘടനാ ജില്ലകളിലെ 36,000-ഓളം വരുന്ന പ്രവർത്തകരാണ് നാളെ പുത്തരിക്കണ്ടം മൈതാനിയിലെ ഈ നേതൃത്വ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. ബാക്കിയുള്ള 22 ജില്ലകളിലെ വാർഡ് വികസിത ടീം മെമ്പർമാർ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ, മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും കോർപ്പറേഷൻ ക്ലസ്റ്റർ കേന്ദ്രങ്ങളിലും ഒരുമിച്ച് ചേർന്ന് വെർച്വൽ റാലിയിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി നേതാക്കന്മാർ, വാർഡ് തലം മുതൽ മേൽപോട്ടുള്ള പാർട്ടി നേതാക്കന്മാർ നാളത്തെ ഈ സമ്മേളനത്തിൽ 22 ജില്ലകളിലായി നടക്കുന്ന വെർച്വൽ സമ്മേളനത്തിലും ഈ 8 ജില്ലകളിൽ നേരിട്ടുള്ള പുത്തരിക്കണ്ടം മൈതാനിലെ സമ്മേളനത്തിലുമായി സംബന്ധിക്കുമെന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ മുഴുവൻ നടക്കുകയാണ്. പുത്തരിക്കണ്ടം മൈതാനിയിൽ 10 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക. 11:30 മണിക്ക് അമിത്ഷാജി ആ സമ്മേളനത്തിൽ പ്രസംഗിക്കും. 10 മണിക്ക് ഔപചാരികമായി സമ്മേളനം ആരംഭിക്കും. 11:30 മണിയോടുകൂടി അമിത്ഷാജി ആ സമ്മേളനത്തിൽ എത്തിച്ചേരും. സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 1:15 പുത്തരിക്കണ്ടം മൈതാനിലെ സമ്മേളനം അവസാനിപ്പിക്കും. 2:15 പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ശ്രീ അമിത്ഷാജി സംബന്ധിക്കും. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് തിരിച്ചു പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം. ഈ പരിപാടികളെല്ലാം എല്ലാ മാധ്യമ പ്രവർത്തകന്മാരുടെയും നിർലോഭമായിട്ടുള്ള പങ്കാളിത്തവും സഹായങ്ങളും എല്ലാം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രസിദ്ധീകരിക്കേണ്ട വോട്ടർ പട്ടിക അനന്തമായി നീണ്ടുപോവുകയാണ്. ജൂൺ മാസം പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ വോട്ടർ പട്ടിക പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ജൂലൈ മാസം 6-ാം തീയതിയോടുകൂടി പ്രഖ്യാപിക്കുമെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ ജൂലൈ 6 കഴിഞ്ഞു, ജൂലൈ അവസാനം വരുമെന്നൊക്കെ പറയുന്നു. അതിനും പ്രത്യേകിച്ച് ഉറപ്പ് വന്നില്ല. ഈ അനന്തമായി വോട്ടർ പട്ടിക നീട്ടിക്കൊണ്ടു പോകുന്നതിന് പുറകിൽ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങളും അജണ്ടകളും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPM ശ്രമിക്കുകയാണ്. വാർഡ് വിഭജനത്തിൽ വ്യാപകമായിട്ട് ഇടപെടലുകൾ CPM നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് ഒരു നിഴൽ യുദ്ധം നടത്താൻ CPM ശ്രമിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള നിബന്ധനകളെല്ലാം അത് വോട്ടർമാർക്ക് സൗഹൃദപരമായിട്ടുള്ള കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് പരമാവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ അങ്ങേയറ്റം സുതാര്യവും എളുപ്പമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് വോട്ടർമാരെ എത്രമാത്രം അകറ്റി നിർത്താൻ ശ്രമിക്കുമോ അതിനുള്ള ശ്രമങ്ങളാണ്, പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഒരാവശ്യമില്ലാത്ത പുതിയ പുതിയ നിബന്ധനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മുമ്പോട്ട് വെക്കാത്ത നിബന്ധനകൾ കൊണ്ടുവരികയാണ്. ഇപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് ഒരാൾക്ക് 10 പേരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഒരു നമ്പറിൽ നിന്ന് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ നമ്പർ. അത് കേരളത്തിൽ അതിന്റെ അപ്രായോഗികത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല നടക്കുകയാണ്. രണ്ടാമത്, ഇവരെല്ലാവരും ഫിസിക്കൽ ഹിയറിംഗിന് വേണ്ടി ഹാജരാവണം. ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാ തിരിച്ചറിയൽ രേഖകളുമുള്ള ഒരാൾ എന്തിനാണ് ഫിസിക്കൽ ഹിയറിംഗിന് ഹാജരാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകയിൽ BLOമാരെ നിശ്ചയിച്ച് അവർക്ക് ബോധ്യപ്പെട്ടാൽ മതിയല്ലോ. ഈ നിശ്ചയിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഫിസിക്കൽ ഹിയറിംഗിന് വേണ്ടി ഹാജരാകുക, അവർ പറയുന്ന ദിവസം നിർബന്ധമായിട്ട് അവിടെ പോകാൻ തയ്യാറാവുക, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം അപ്രായോഗികമാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കാത്തത്? 18 വയസ്സിലാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത്. 18 വയസ്സും 23 വയസ്സെടുക്കുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ പലപ്പോഴും പുറത്ത് പഠിക്കുന്നവരാണ്, പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. അവരൊക്കെ എങ്ങനെയാണ് ഫിസിക്കൽ ഹിയറിംഗിന് ഹാജരാവുക? എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് വേണ്ടിക്കുന്ന മാനദണ്ഡങ്ങൾ? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എടുക്കുന്ന തീരുമാനങ്ങൾ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടും ജനകീയമല്ലാത്ത നിലപാടുകളാണ്, വോട്ടർ സൗഹൃദമല്ലാത്ത നിലപാടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവം പരിഗണിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കണം. സംസ്ഥാന സർക്കാർ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പലപ്പോഴും സംഭവിക്കുന്നത്, ഒരു വോട്ടർ നേരിട്ട് ഹിയറിംഗിന് ഹാജരാകുമ്പോൾ ധാരാളം ഒഴിവുകഴികൾ പറഞ്ഞുകൊണ്ട് അവരെ മടക്കി അയക്കും. നേരത്തെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേസമയത്ത് CPMന്റെ ഉദ്യോഗസ്ഥന്മാരും CPMന്റെ ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ടുകൊണ്ട് വളരെ വേഗം ഈ വ്യക്തിഗതമായിട്ടുള്ള ഹിയറിംഗ് പൂർത്തിയാക്കുകയാണ്. അപ്പൊ CPMന്റെ നിയന്ത്രണത്തിലുള്ള ജീവനക്കാരും CPMന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച്, താഴെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച്, പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പഞ്ചായത്ത് സെക്രട്ടറിയാണ്, ആ പഞ്ചായത്ത് സെക്രട്ടറിയെയും മുനിസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ച് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന അണിയറയിൽ നടക്കുകയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അനാവശ്യമായിട്ടുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പരിശ്രമിക്കുകയും അനന്തമായ വോട്ടർ പട്ടിക നീട്ടിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം, ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കണം. വോട്ടർ പട്ടിക പുതുക്കുന്നത് സുതാര്യമാകുന്ന സമീപനം ഉണ്ടാവണം. അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും എടുത്തു മാറ്റണം. വോട്ടർ സൗഹൃദമായി വോട്ടർ പട്ടിക പേര് ഉൾപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നു കൂടി BJP ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്നതിൽ കോടതിയെ സമീപിക്കാനും കൂടി BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇത് 3 നില. അതല്ല, എത്ര സ്ക്വയർ ഫീറ്റ് എത്ര? 65 സെന്റാണ് നേരത്തെ. 65 സെന്റ് കുറച്ച് ബാക്കിയുണ്ട്. ഇത് നേരത്തെ പുതിയ ആൾക്കാർക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാവില്ല. നേരത്തെ നമ്മുടെ പഴയ കൃഷ്ണകുമാരൻ്റെ ഒരു തറവാടായിരുന്നു. ഇതൊരു ഹോട്ടലായി പ്രവർത്തിച്ചതായിരുന്നു. അത് അവർ വിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പല ആളുകളോടായിട്ട് വാങ്ങിച്ചതാണ്. ഒരു വ്യക്തിയിൽ നിന്നല്ല, ആ കുടുംബത്തിലെ പല ആളുകളോടുമായി വാങ്ങിച്ചതാണ്. അതൊരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഇത്രയും സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നില്ല. അന്നത്തെ സംസ്ഥാന നേതൃത്വത്തിന്റെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പല ആളുകളോടായിട്ട് ഈ സ്ഥലം ഞങ്ങളന്ന് മേടിക്കാൻ തയ്യാറായി. മുഖ്യമന്ത്രിക്ക് ഓഫീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ആര് വന്നാലും ഈ ഓഫീസിൽ ഇരിക്കാൻ സംവിധാനം അങ്ങനെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇപ്പോഴേ പേരെഴുതണ്ടല്ലോ, ആവും എഴുതിയാൽ മതിയല്ലോ.
പാർട്ടി നേതാക്കന്മാരെല്ലാവരും വന്നാൽ അവർക്ക് താമസിക്കാനും കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ പാർട്ടി. ഇനി പ്രധാനമന്ത്രി വന്നാലും വേണമെങ്കിൽ ഈ ഓഫീസ് താമസിക്കാം, SPG സമ്മതിക്കുകയാണെങ്കിൽ. അതിനുള്ള സംവിധാനം ഞങ്ങളുണ്ട്. ഇത് പണിയുന്ന സമയത്ത് അങ്ങനെ കുറെ പ്ലാനിൽ CM-ന് മുറിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. അത്രയും സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു മുറിക്ക് CM പേരെഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. CM ആകുമ്പോൾ ഞങ്ങൾ ആ പേര് വെച്ചോളാം. അതാണ് പറഞ്ഞത്, പ്രധാനമന്ത്രി വന്നാലും താമസിക്കും. ഈ ജ്യോതി മൽഹോത്രയുടെ സന്ദർശനം ബന്ധപ്പെട്ട് വിവാദമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ടൂറിസം വകുപ്പ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. അതിൽ BJP വലിയ പ്രതിഷേധവും ഉയർത്തി. പക്ഷേ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതേ ജ്യോതി മൽഹോത്രയ്ക്ക് ഒരു ട്രെയിനുണ്ടായിരുന്നു, വന്ദേ ഭാരതിന്റെ പ്രൊമോട്ട് ആ ഒരു ആദ്യ അവതരണം. അതെങ്ങനെ സംഭവിച്ചു എന്ന് പാർട്ടി അന്വേഷിക്കുന്നു. അല്ല, അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ആ ഏത് ബ്ലോഗർമാർക്കും ആരെയും ഇൻ്റർവ്യൂ ചെയ്യാലോ. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം ആകെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സംസ്ഥാന ടൂറിസം വകുപ്പ് ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് പണം ചെലവഴിച്ചുകൊണ്ട് അവരിങ്ങോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങൾ അവർക്ക് അറിയാമായിരുന്നോ ഇല്ലയോ, വെരിഫൈ ചെയ്തിട്ടുണ്ടോ, ഈ ചോദ്യമാണ് ഉന്നയിച്ചത്. അവർ പറയുന്നത് തിരിച്ച് മുഹമ്മദ് റിയാസൊക്കെ പറഞ്ഞത് ഈ ഇന്ത്യൻ സംവിധാനങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. ആ ഇന്ത്യൻ സംവിധാനങ്ങളൊന്നും ഇത്തരം ഒരു ചാരപ്പുറം നടത്തിയാണ് ഇങ്ങനെ നാട് മുഴുവൻ നടക്കുന്നത് തിരിച്ചറിഞ്ഞു. അല്ല, അത് മന്ത്രി പറയട്ടെ. ഇന്റലിജൻസിന്റെ കേന്ദ്ര ഇന്റലിജൻസിന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണോ അവരെ ഇവിടേക്ക് ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി ക്ഷണിച്ചത്? അവർ പറഞ്ഞാൽ മതി. അതിലിപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെ സംഭവിച്ചു പോയതാണോ? ആ കാര്യം പറഞ്ഞാൽ അതിത് പറയുന്നില്ലല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് ചിരിച്ചു പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. അന്വേഷിക്കുമായിരിക്കും സഭ. കാരണം ഇതിപ്പോൾ BJP തന്നെയാണ്, BJP ഗവൺമെന്റ് തന്നെയാണല്ലോ അന്വേഷിക്കുന്നത്. ഇതിപ്പോൾ പുറത്തോട്ടത് BJP ഗവൺമെന്റ് തന്നെയാണല്ലോ. ഞങ്ങൾ അന്വേഷിക്കുമല്ലോ, തീർച്ചയായിട്ടും അന്വേഷിക്കുമല്ലോ. ഓക്കെ.